നമസ്കാരം. ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി? 10 വർഷം നമ്മളെ ഭരിച്ച പിണറായിയെ ഓർക്കുന്നവരൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു തലമുറയാണ് ഈ 10 വർഷം കൊണ്ട് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ പുതിയൊരു മുഖം, നാടിന് നന്മ ചെയ്യാൻ കഴിയുന്ന ധാർഷ്ട്യമില്ലാത്ത വിഷനുള്ള ഒരാൾ മുഖ്യമന്ത്രിയെ വരണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നു. അത്തരത്തിലൊരു വോട്ടിംഗ് പാറ്റേണാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇടതുമുന്നണി അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും UDF അധികാരത്തിൽ എത്തുമെന്നും വിശ്വസിക്കുന്നവരാണ് ഏറെയും. എന്നാൽ സെക്രട്ടേറിയറ്റോ ഉദ്യോഗസ്ഥ വൃന്ദമോ പൂർണ്ണമായും അത് വിശ്വസിച്ചിട്ടില്ല. ഇടതുമുന്നണി തന്നെ അധികാരത്തിൽ വന്നാൽ പിണറായി തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. അക്കാര്യത്തിൽ പകരക്കാരായി മറ്റൊരാളെ CPM ഉയർത്തിക്കാട്ടുന്നില്ല. ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പിണറായി അല്ലാതെ മറ്റൊരാൾക്കും മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ തൽക്കാലം അവസരം ലഭിക്കില്ല. ഇതോടുകൂടി CPIM എന്ന രാഷ്ട്രീയ പാർട്ടി പിണറായിയുടെ സമ്പൂർണ്ണ പിടിയിലാവും. പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് കൂടുതൽ ശക്തനാവും. ഇടക്കാലത്ത് പിണറായി അധികാരമൊഴിഞ്ഞ് ആ കസേരയിലേക്ക് മരുമകനെ ഇരുത്തിയേ മടങ്ങൂ. എന്നാൽ പിണറായിയുടെ തുടർഭരണം അസംഭവ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. UDF തന്നെയായിരിക്കും അധികാരത്തിലെത്തുന്നത് എന്ന് എല്ലാവരും തറപ്പിച്ചു പറയുന്നു. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരാണെങ്കിലും BJPക്കാർക്ക് പോലും പ്രതീക്ഷയില്ല സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് തന്നെ പിണറായി പുറത്താകുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു. UDF ഏതാണ്ട് വിജയം ഉറപ്പിച്ച മട്ടിലാണ് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 5 പേരായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. അതിൽ 2 പേരുടെ പേര് വെട്ടപ്പെട്ട് കഴിഞ്ഞു, K സുധാകരൻ്റെയും ശശി തരൂരിൻ്റെയും. ഇപ്പോൾ അവശേഷിക്കുന്നത് 3 പേരുകൾ മാത്രമാണ്. രമേശ് ചെന്നിത്തലയുടെയും VD സതീശിൻ്റെയും KC വേണുഗോപാലിൻ്റെയും പേരുകൾ. KC വേണുഗോപാൽ MP ആണ്. K സുധാകരനെ മാറ്റി നിർത്തിയ മാനദണ്ഡം വെച്ച് നോക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ മത്സരിച്ചില്ല എന്ന വസ്തുതയും പരിശോധിക്കുമ്പോൾ KCയുടെ സാധ്യത വിദൂരമാണ് എന്നാണ് രമേശ് ചെന്നിത്തലയും VD സതീശിനെയും പിന്തുണയ്ക്കുന്നവർ ഒരുപോലെ പറയുന്നത്. എന്നാൽ കൃത്യമായി രാഷ്ട്രീയം അറിയാവുന്നവർ പറയുന്നു KCയുടെ സാധ്യത തള്ളിക്കളയാറായിട്ടില്ലെന്ന്. ഈ 3 പേരിൽ ആർക്കാണ് കൂടുതൽ സാധ്യത, ആരാവുന്നതാണ് ഉചിതം? സ്വാഭാവികമായും മുഖ്യമന്ത്രിയാവും എന്ന് കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നത് VD സതീശിനെയാണ്. VD സതീശിൻ്റെ ജനപിന്തുണയും ആത്മവിശ്വാസവും എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള നിലപാടും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുമൊക്കെ സതീശിനെ പിന്തുണയ്ക്കുന്നവർക്ക് ആവേശമുണ്ടാക്കുന്നു. ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ എന്ത് ക്ലേശവും സഹിക്കാനും ഇടയ്ക്ക് വെച്ച് നിലപാട് മാറ്റാതെ അതിൽ ഉറച്ചു നിന്ന് ആ ലക്ഷ്യത്തിന് വേണ്ടി അവസാനം വരെ പോരാടാനുമുള്ള സതീശിൻ്റെ മികവ് ഏറെ അംഗീകരിക്കപ്പെട്ടതാണ്. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അധികം സ്വീകാര്യത VD സതീശനാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായാൽ പിണറായിയുടെ തോന്നിയാസങ്ങൾക്കെല്ലാം കണക്ക് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുമെന്നും അഴിമതിക്കാരെ പിടിച്ച് ജയിലിലിടുമെന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത കർക്കശ നിലപാടെടുക്കുമെന്നും ആരാധകർ കരുതുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം മുൻപിൽ നിന്ന് നയിക്കുകയും പ്രതിസന്ധികളെ അതിജീവിക്കുകയും ചെയ്ത സതീശിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് സതീശിനെ പിന്തുണയ്ക്കുന്നവർ തറപ്പിച്ചു പറയുന്നു. എന്നാൽ സതീശിന് വിനയാകുന്നത് അദ്ദേഹത്തിൻ്റെ ക്ഷിപ്രകോപവും മുൻപരിചയമില്ലായ്മയും എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് കുറവുമാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങിപ്പോകുന്ന ശീലം സതീശനുണ്ട്. മാത്രമല്ല ഒരിക്കൽ പോലും മന്ത്രി കസേരയിൽ ഇരുന്ന് പരിചയമില്ല. പാർട്ടി സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ 3 പേരിൽ ഏറ്റവും ജൂനിയർ VD സതീശനാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിനെ നയിച്ചതും വിജയമുണ്ടായാൽ അതിൻ്റെ പ്രധാന ക്രെഡിറ്റും സതീശനാണ് എന്നത് മാത്രം തുലാസ് ഉയർത്തി നിർത്തുന്നു. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യമെടുക്കുക. രമേശ് ചെന്നിത്തല ഇത്രയും പരിചയസമ്പന്നത മറ്റാർക്കുമില്ല. ആഭ്യന്തരമന്ത്രി പദവി അടക്കം ഉന്നത പദവികൾ വഹിച്ചിട്ടുണ്ട്, MP ആയിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുണ്ട്. ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റിയിൽ ക്ഷണിതാവായി പ്രവർത്തിക്കുന്നു. എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള വിട്ടുവീഴ്ച മനോഭാവവും രമേശ് ചെന്നിത്തലയുടെ പ്രത്യേകതയാണ്. രമേശ് ചെന്നിത്തലയോട് ഘടകകക്ഷികൾക്കോ പാർട്ടിയിലെ മറ്റു നേതാക്കൾക്കോ അതൃപ്തിയൊന്നുമില്ല. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം അഴകുഴമ്പൻ നിലപാടാണ്. എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ പിണറായിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനോ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു തീരുമാനം നടപ്പിലാക്കാനോ കഴിയില്ല എന്ന് ചെന്നിത്തല വിമർശകർ പറയുന്നു. സതീശനുള്ള ആത്മവിശ്വാസം ചെന്നിത്തലയ്ക്കില്ല എന്നാണ് ചെന്നിത്തല വേണ്ട എന്ന് പറയുന്നവരുടെ നിലപാട്. ഈ പശ്ചാത്തലത്തിൽ ചെന്നിത്തലയും VD സതീശനും തമ്മിലുള്ള തർക്കമായി ഇത് വളരാം. അവിടെയാണ് KC വേണുഗോപാലിൻ്റെ രംഗപ്രവേശം ഉണ്ടാവുക.
കെ.സി. വേണുഗോപാലിന് അനുകൂലമായിരിക്കുന്ന ഏറ്റവും വലിയ നിലപാട് ഹൈക്കമാൻഡിലുള്ള പിടി, രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധം എന്നിവയാണ്. ഹൈക്കമാൻഡ് എന്നാൽ തൽക്കാലം കെ.സി. വേണുഗോപാലാണ്. ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെങ്കിൽ കെ.സി. ആയിരിക്കും തീരുമാനമെടുക്കുക. കെ.സിക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അനുമതി കൊടുത്താൽ മറ്റ് രണ്ടു പേർക്കും അവസരം നിഷേധിക്കപ്പെടാം. വേണുഗോപാലിനുള്ള ഏക തടസ്സം രാഹുൽ ഗാന്ധി അതിന് അനുമതി കൊടുക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ്. എന്നാൽ കെ.സിക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് ബോധ്യമായാൽ AICC പുനഃസംഘടനയ്ക്ക് സമയമായി എന്ന തോന്നലുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അനുമതി കൊടുത്തെന്ന് വരാം. അത്തരമൊരു സാഹചര്യത്തിൽ രണ്ട് ഘടകങ്ങൾ നിർണായകമാവും. ഒന്നാമത്തേത് MLA-മാരുടെ പിന്തുണയാണ്. AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സീറ്റ് വിഭജന കാര്യത്തിൽ തനിക്ക് പിന്തുണ ഉറപ്പാക്കുന്നവർക്ക് കൂടുതൽ സീറ്റ് കൊടുത്തു എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും വേണു വിജയസാധ്യതയേക്കാൾ തന്നെ പിന്തുണയ്ക്കുന്നവരെ നിർദ്ദേശിച്ചു എന്നാണ് എതിർഭാഗത്തുള്ളവർ പറയുന്നത്. അതിനവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സീറ്റ് റാന്നിയിലെ പഴകുളം മധുവിൻ്റേതാണ്. അവിടെ പഴകുളം മധുവിനേക്കാൾ വിജയസാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന 3 സ്ഥാനാർത്ഥികൾ ആരോൺ വേലി, റിങ്കു ചെറിയാൻ, വിജയ് ഇന്ദു ചൂടൻ എന്നിവരെക്കാൾ മുൻതൂക്കം പഴകുളം മധുവിന് കിട്ടിയത് വേണുവിൻ്റെ നിർബന്ധ ബുദ്ധി മൂലമാണത്രേ. എന്ന് മാത്രമല്ല, VD സതീശിനെ പിന്തുണച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഷാഫി ബ്രിഗേഡുകൾ, അതായത് യുവ MLA-മാർ പലരും കെ.സി. വേണുഗോപാലിനൊപ്പമാണ്. എന്തിനേറെ മാത്യു കുഴനാടനും T. സിദ്ദിഖും പോലും കെ.സി. പിന്തുണയ്ക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. MLA-മാരുടെ തലയെണ്ണിയാൽ 3 പേരിൽ ഏറ്റവും അധികം പിന്തുണ കെ.സിക്കായിരിക്കും എന്നാണ് കെ.സിയെ പിന്തുണയ്ക്കുന്നവരുടെ അവകാശവാദം. പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ MLA-മാരുടെ പിന്തുണയായിരിക്കും രാഹുൽ ഗാന്ധി തേടുക. അവിടെ കെ.സി. വേണുഗോപാൽ മുമ്പിലെത്തും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 2 പ്രശ്നങ്ങൾ ബാക്കിയാവും. ഇക്കഴിഞ്ഞ 5 വർഷവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്ന കെ.സി. വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വന്ന് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ശേഷം മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത് ഉചിതമാണോ എന്ന ചോദ്യം സാധാരണ പ്രവർത്തകർ ചോദിക്കും. 3 നേതാക്കളിൽ പ്രവർത്തക പിന്തുണ ഏറ്റവും പിറകിൽ കെ.സി. വേണുഗോപാലിനാണ്. മാത്രമല്ല, കെ.സി. MLA അല്ല. മുഖ്യമന്ത്രിയാവണമെങ്കിൽ കെ.സി. 6 മാസത്തിനകം എവിടെയെങ്കിലും മത്സരിച്ച് ജയിച്ചു വരണം. അത് കണക്കുകൂട്ടി തന്നെയാണ് കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഇരിക്കൂറിൽ സജീവ് ജോസഫിന് സീറ്റ് കൊടുത്തത് എന്നാണ് റിപ്പോർട്ട്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഉറപ്പായും ജയിക്കുന്ന കോൺഗ്രസ് സീറ്റുകളിൽ ഒന്നാണ് ഇരിക്കൂർ. അവിടെ മത്സരിക്കുന്ന കെ.സിയുടെ വിശ്വസ്തനായ സജീവ് ജോസഫ് രാജിവെച്ച് കെ.സിക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കുമെന്നും സജീവ് ജോസഫിനെ ലോക്സഭയിലേക്ക് പറഞ്ഞുവിടും എന്നുമാണ് റിപ്പോർട്ടുകൾ. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ കെ.സി. വേണുഗോപാൽ തന്നെയായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി. ആകപ്പാടെ കെ.സി. ക്യാമ്പ് ആശങ്കപ്പെടുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. മുഖ്യമന്ത്രി കസേരയിലേക്ക് കെ.സി. എത്തുമ്പോൾ VD സതീശൻ പിണങ്ങിപ്പോകുമോ എന്ന ആശങ്ക. കെ.സിക്ക് മുഖ്യമന്ത്രി പദവിയും ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി പദവിയും VD സതീശന് ധനകാര്യമന്ത്രി പദവിയും കൊടുക്കാനാണ് കെ.സി. ക്യാമ്പിൻ്റെ ആലോചന. എന്നാൽ അവരെ ആശങ്കപ്പെടുത്തുന്നത് ഒരു കാര്യം മാത്രമാണ്. രമേശ് ചെന്നിത്തല വഴങ്ങിയാലും VD സതീശൻ വഴങ്ങണമെന്നില്ല. ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനമെടുത്താൽ കുഴപ്പമില്ല, നിങ്ങളായിക്കോളൂ, ഞാൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് VD സതീശൻ MLA മാത്രമായി തുടരാൻ തീരുമാനിച്ചാൽ അത് UDFന് ലഭിച്ച വിജയത്തിളക്കത്തിന് വലിയ കരിനിഴലായി മാറും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള ചർച്ചകൾ സജീവമായിട്ടുണ്ട്. VD സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമല്ല, കെ.സി. വേണുഗോപാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ അയോഗ്യരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യവുമാണ്. കോൺഗ്രസ് പാർട്ടിയെ ജനം തെരഞ്ഞെടുത്തത് പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിക്കാനാണ്. ആര് മുഖ്യമന്ത്രിയായാലും പിണറായി കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളും ധൂർത്തും അഴിമതിയും വർഗീയതയും ഒക്കെ അവസാനിപ്പിച്ച് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മര്യാദയ്ക്കുള്ള ഭരണമുണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന.